Hi everyone. Hi everyone. Research methodology എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിന്റെ 5th ചാപ്റ്റർ നമ്പർ 5 മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ്. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആണ് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങാൻ പോണത്. സോ ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്റർ നെയിമിൽ പറഞ്ഞ പോലെ തന്നെ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗിൽ മെഷർമെന്റ് എന്താന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. Measurement is a procedure for assigning symbols, letters or numbers to empirical properties of variables according to rules. മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ റിസർച്ചിലൊക്കെ നമുക്കറിയാം നമ്മൾ എന്താ ഒരു സാധനത്തിന്റെ വാല്യൂ, ഒരു വേരിയബിളിന്റെ വാല്യൂവിനെ മെഷർ ചെയ്യാം. അതായത് ഒരു മീനിങ് ആയിട്ടുള്ള ഒരു വാല്യൂ അതിന് പ്രൊവൈഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റൂൾസിന് അക്കോർഡിംഗ് ആയിട്ട് വാരിയബിൾസിന്റെ വാല്യൂ, അതായത് സിമ്പിൾസ് ആവാം, ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, അത് അസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ വാരിയബിളിന് അതിന് നമ്മുടെ റൂൾസിന് അക്കോർഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു റൂൾസ് നമ്മൾ എന്ത് ചെയ്യാണ്, സിമ്പിൾസോ ലെറ്റേഴ്സോ നമ്പേഴ്സോ ഒക്കെ അസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഷർമെന്റ്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെഷർമെന്റ്? എന്തിനു വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു റിസർച്ച് ആസ്പെക്റ്റിലാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മുടെ റിസർച്ചിൽ മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ടേം എന്തിനാ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ മെഷർമെന്റിൽ നമ്മൾ എന്താ ചെയ്യണത്? വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മെഷർമെന്റ്? ദ ഫസ്റ്റ് വൺ, ടു ഫെസിലിറ്റേറ്റ് എംപെരിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫിനോമിന. അതായത് എംപെരിക്കൽ എക്സ്പ്ലനേഷൻ. എംപെരിക്കൽ എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ എക്സ്പീരിയൻസ് ത്രൂ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒബ്സർവേഷനിലൂടെ ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എംപെരിക്കൽ എന്ന് പറയുന്ന ഒരു ടേം വെച്ച് മീൻ ചെയ്യണത്. നമ്മുടെ എക്സ്പീരിയൻസിലൂടെ, നമ്മുടെ ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെരിമെന്റേഷനിലൂടെ നമ്മൾ ഒരു കാര്യത്തിനെ അറിയണം. സോ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഫിനോമിനൻസിൽ അല്ലെങ്കിൽ അത്തരം സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫിനോമിനൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്, എംപെരിക്കൽ എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് നമ്മൾ മെഷർമെന്റ് യൂസ് ചെയ്യണത്. ദെൻ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ്, ഇറ്റ് റെൻഡേഴ്സ് ഡാറ്റ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ മാനിപ്പുലേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. നമ്മുടെ റിസർച്ചിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മാനിപ്പുലേഷനും മറ്റ് ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. കുറെ സ്റ്റാറ്റിസ്റ്റിക്കലി കുറെ എൻക്വയറീസ് നടത്താനും അല്ലെങ്കിൽ അതിനെ കുറെ കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരാനും മാനിപ്പുലേഷൻസിനും ഇന്റർപ്രിട്ടേഷൻസിനും ഒക്കെ. സോ അത്തരത്തിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, റെൻഡർ ചെയ്യുക, അതും നമ്മുടെ മെഷർമെന്റിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ദെൻ തേർഡ് വൺ, ഒരു റിസർച്ചറിനെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ ഹൈപ്പോതെസിസും മറ്റ് തിയറീസും ഡെവലപ്പ് ചെയ്യുന്നതിനും അത് ടെസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കുക. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതെസിസും തിയറീസും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാം. അതും ഒബ്ജക്റ്റീവ്സ് ഓഫ് മെഷർമെന്റിൽ വരുന്നൊരു പോയിന്റ് ആണ്. ദെൻ ദ ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് റിസർച്ചർ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഓർ പീപ്പിൾ ഇൻ ടേംസ് ദെയർ സ്പെസിഫിക് പർപ്പസസ്. അതായത് ആളുകളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഒബ്ജക്ട്സിനെ ആയിക്കോട്ടെ അതിന്റെ സ്പെസിഫിക് പർപ്പസസിനനുസരിച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് കിട്ടുന്ന ഒരു റോ ഡാറ്റയെന്ന് നമ്മൾ ഒബ്ജക്ട്സിനെ പീപ്പിളിനെയൊക്കെ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി നമ്മൾ എന്ത് ചെയ്യാം, മാറ്റാം. കാറ്റഗറൈസേഷന് എന്ത് സഹായിക്കുന്നുണ്ട്, മെഷർമെന്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനന് നമ്മൾ എംപെരിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ, ഹൈപ്പോതെസിസും തിയറീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ഇൻഫറൻസസ് ഒക്കെ ഡ്രോൺ ചെയ്യാൻ ഡാറ്റ തരുന്നു. ദെൻ അതുപോലെ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ, ഡാറ്റേനെ കാറ്റഗറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, മെഷർമെന്റ് റിസർച്ചറെ സഹായിക്കുന്നുണ്ട്. സോ നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗിൽ മെഷർമെന്റ് എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മെഷർമെന്റ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണത് ലെവൽസ് ഓഫ് മെഷർമെന്റ്. there are different levels of measurement. മെഷർമെന്റിന് ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്.
ഈ ഓരോ ലെവലും പരസ്പരം ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിനനുസരിച്ചിട്ടാണ്. ഏത് നമ്പർ സിസ്റ്റം ആണോ നമ്മൾ ഒന്നിൽ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഓരോന്നും എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ ഒരു റിസർച്ചിനെ സംബന്ധിച്ച് മെഷർമെന്റ് ഓഫ് വാരിയബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് മെഷർമെന്റ് ഓഫ് വാരിയബിൾസ് അല്ലെങ്കിൽ ലെവൽസ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത്. കാരണം നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുക, ദെൻ അതിൽ നിന്ന് ഇൻഫറൻസസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ലെവൽസ് ഓഫ് മെഷർമെന്റ് എങ്ങനെയാ അല്ലെങ്കിൽ എന്താന്നുള്ളത് അറിയണം. യെസ്, there are 4 ലെവൽസ് ഓഫ് മെഷർമെന്റ്. ലെവൽസ് ഓഫ് മെഷർമെന്റിനെ 4 രീതിയിലാണ്, 4 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 4 ആയിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോമിനൽ മെഷർമെന്റ്, സെക്കൻഡ് വൺ ഓർഡിനൽ മെഷർമെന്റ്, തേർഡ് വൺ ഇന്റർവൽ മെഷർമെന്റ്, ഫോർത്ത് വൺ റേഷ്യോ മെഷർമെന്റ്. നോമിനൽ മെഷർമെന്റ്, ഓർഡിനൽ മെഷർമെന്റ്, ഇന്റർവൽ മെഷർമെന്റ്, റേഷ്യോ മെഷർമെന്റ്. ഇങ്ങനെ 4 രീതിയിലാണ് ലെവൽസ് ഓഫ് മെഷർമെന്റിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം നോക്കാൻ പോണത് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി നോമിനൽ മെഷർമെന്റ്. നോമിനൽ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ ഒബ്സർവേഷൻസിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവോ അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവോ ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഒരു നോമിനൽ ലെവൽ ഓഫ് മെഷർമെന്റിൽ പറയുന്നത്. ഏറ്റവും ബേസിക് ലെവലാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ 2 ടേംസ് പറഞ്ഞു, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ്, 2 ടേമുകൾ പറഞ്ഞു. ഇതിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒന്നെങ്കിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, ടെയിൽ ആയിരിക്കും. ഇതിലെ ഏതൊരു ഹെഡ് ഓർ ടെയിൽ, ഇതിലേതെങ്കിലും ഒന്നാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്. ഒരിക്കലും ആ 2 എണ്ണം, അതായത് ഹെഡും ടെയിലും ഒരുമിച്ച് വരില്ല. നമുക്കറിയാം അതൊരു ഡിസ്ജോയിന്റ് ആണ്. കനോട്ട് ബോത്ത് ഒക്യൂർ അറ്റ് ദ സെയിം ടൈം. 2 എണ്ണത്തിനും ഒരുമിച്ച് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒക്യൂർ ചെയ്യാൻ പറ്റില്ല, സംഭവിക്കാൻ പറ്റില്ല. സോ അത്തരം ഒബ്സർവേഷൻസിനെ അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. സോ മ്യൂച്വലി എക്സ്ക്ലൂസീവോ എക്സ്ഹോസ്റ്റീവോ ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് നമ്മുടെ ഒബ്സർവേഷനെ, റിസർച്ചറുടെ ഒബ്സർവേഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നോമിനൽ ലെവൽ ഓഫ് മെഷർമെന്റിൽ പറയണത്. അതിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പറഞ്ഞ 2 കാറ്റഗറി, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്ത് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ. ദാറ്റ് മീൻസ് ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. ഒരിക്കലും 2ഉം കൂടി അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നില്ല, ഒക്യൂർ ചെയ്യപ്പെടുന്നില്ല. സോ അതാണ് ആദ്യത്തെ നമ്മുടെ മ്യൂച്വലി എക്സ്ക്ലൂസീവിൽ പറയുന്നത്. ഇനി എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഡൈ ടോസ് ചെയ്യാണ്. ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ അതിന് 6 പോയിന്റ്സ് അല്ലെങ്കിൽ 6 ന്യൂമറൽസ് ആയിരിക്കും അതിലുണ്ടാവുക. 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 നമ്പേഴ്സ് അതിലുണ്ടാവും. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3, 4, 5, 6 ഇതിൽ ഏതെങ്കിലും ഒക്കെയാണ് എന്ത് ചെയ്യുക, ഒക്യൂർ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്സ് ഉണ്ട്, അതായത് അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ആയിരിക്കാം ഒക്യൂർ ചെയ്യുക. ചാൻസസ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. സോ അത്തരം ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ എക്സ്ഹോസ്റ്റീവ് ആയി കൺസിഡർ ചെയ്യണത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓർ ടെയിൽ, 2 ഓപ്ഷനിലും ഒന്നെങ്കിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. ഒരിക്കലും 2ഉം കൂടി എന്ത് ചെയ്യുന്നില്ല, ഒക്യൂർ ചെയ്യപ്പെടുന്നില്ല. എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാണ്, ഒരു ഡൈ ടോസ് ചെയ്യാണ്. സോ ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ അതിന് 6 വശങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6 അങ്ങനെ 6 വശങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വശം എന്താവാം, വീഴാം. ഒന്നെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ 2 ആവാം. സോ അതിനെയാണ് ഏതിൽ പറയണത്, എക്സ്ഹോസ്റ്റീവിൽ പറയണത്. ദെൻ ഇനി പറയാൻ പോണത് നോമിനൽ മെഷർമെന്റിൽ ഇപ്പൊ ഡാറ്റ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യണതൊക്കെ പറഞ്ഞു, അതേപോലെ നമ്മുടെ ആദ്യത്തെ ലെവൽ ഓഫ് മെഷർമെന്റ് ഏറ്റവും ബേസിക് ലെവലാണ് നോമിനൽ. സോ നോമിനൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴൊക്കെ ഇപ്പൊ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയറിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, മെയിൽ ഓർ ഫീമെയിൽ,
ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ലെഫ്റ്റ് ഓർ റൈറ്റ്, ലെഫ്റ്റ് ആവാം റൈറ്റ് ആവാം, യെസ് ഓർ നോ, മാരീഡ് ഓർ അൺമാരീഡ്, യങ് ഓർ ഓൾഡ്, നോർമൽ ഓർ അബ്നോർമൽ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. സോ അതിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത് എന്നുണ്ടെങ്കിൽ, സോ അത്തരം ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ നോമിനൽ ഡാറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് നോമിനൽ മെഷർമെന്റിൽ പറയുന്നത്. സോ നോമിനൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഡാറ്റനെ, നമ്മുടെ ഒബ്സർവേഷൻസിനെ കാറ്റഗറൈസ് ചെയ്യുക. അതിനെയാണ് നോമിനൽ മെഷർമെന്റിൽ പറയുന്നത്. എക്സ്ഹോസ്റ്റീവോ അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവോ ആവാം. ദെൻ നോമിനൽ ഡാറ്റ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ ക്വസ്റ്റ്യനേഴ്സിലൂടെ ഐഡന്റിഫൈ ചെയ്യണത് മെയിൽ ഓർ ഫീമെയിൽ, ലെഫ്റ്റ് ഓർ റൈറ്റ്, യെസ് ഓർ നോ, മാരീഡ് ഓർ അൺമാരീഡ്, യങ് ഓർ ഓൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത്. Yes, there is no rank or order, no better or worse, and no mathematical operations that can be applied to numbers can be used in grouping in this manner. അതായത് ഒരു നോമിനൽ ലെവൽ ഓഫ് മെഷർമെന്റിൽ നമ്മൾ അതിനെ റാങ്ക് ചെയ്യുന്നില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊന്നും പറഞ്ഞ ഒരു പൊസിഷണൽ അറേഞ്ച്മെന്റ് ഇല്ല, അല്ലെങ്കിൽ അതിനൊരു ഓർഡർ ഇല്ല, അല്ലെങ്കിൽ അതാണോ നല്ലത് ഇതാണോ നല്ലത്, ബെറ്റർ ഏതാ അല്ലെങ്കിൽ വേഴ്സ് ഏതാ, അത്തരത്തിലുള്ള കമ്പാരിസൺസ് ഇല്ല. ദെൻ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒന്നുമില്ല. ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറീസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റേനെ അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നേ ഉള്ളൂ, കാറ്റഗറൈസ് ചെയ്യുന്നേ ഉള്ളൂ. അതിനെയാണ് നോമിനൽ ലെവൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ മെഷർമെന്റ്സിന്റെ ഡിഫറെന്റ് ലെവൽസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലാണ് നമ്മുടെ നോമിനൽ ലെവൽ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു നോമിനൽ മെഷർമെന്റ് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് സ്റ്റാൻലി സ്മിത്ത് സ്റ്റീവ്സൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ നോമിനൽ ലെവൽ ഓഫ് മെഷർമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓർഡിനൽ ലെവൽ ഓഫ് മെഷർമെന്റ് അല്ലെങ്കിൽ ഓർഡിനൽ മെഷർമെന്റ്. ഈ ഓർഡിനൽ മെഷർമെന്റിൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ അതായത് നോമിനൽ ലെവലിൽ പറഞ്ഞു, ഒന്നെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സ്ഹോസ്റ്റീവ് ആ ഒരു കാറ്റഗറീസിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യുന്നു. പക്ഷേ ഓർഡിനൽ മെഷർമെന്റിൽ ഇൻ അഡീഷൻ ടു ദാറ്റ്, അതായത് അതിന് പുറമെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് കാറ്റഗറീസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിന് ഇൻ അഡീഷൻ അതിന് പുറമെ categories have some explicit relationship among them. ആ വേരിയബിൾസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറീസിന്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ലെവല്. ആദ്യത്തെ ലെവലില് യെസ് ഓർ നോ അല്ലെങ്കിൽ മാരീഡ് ആണോ അൺമാരീഡ് ആണോ മെയിൽ ആണോ ഫീമെയിൽ ആണോ അങ്ങനെയുള്ള ഡാറ്റകളെയാണ് കാറ്റഗറൈസ് ചെയ്യണത്. അതാണ് നോമിനൽ മെഷർമെന്റ്. ഓർഡിനൽ മെഷർമെന്റിൽ ആ കാറ്റഗറീസിന്റെ ഇടയിൽ ചില റിലേഷൻഷിപ്പുകൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒബ്സർവേഷൻ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ് such as taller and shorter, greater and lesser, അല്ലെങ്കിൽ faster and slower, harder and easier എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒബ്സർവേഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സോ അത്തരം സിറ്റുവേഷൻസിലാണ് ഏത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഓർഡിനൽ ലെവൽ ഓഫ് മെഷർമെന്റ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനെയേഴ്സിലൊക്കെ പൊതുവെ നമ്മളൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ റിലേറ്റഡ് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇതാണ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വെരി സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, ന്യൂട്രൽ, ഡിസാറ്റിസ്ഫൈഡ്, വെരി ഡിസാറ്റിസ്ഫൈഡ്. അങ്ങനെയുള്ള ഒരു 5 ലെവൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഷർമെന്റ് സ്കെയിലിംഗ് വരും ഇല്ലേ. സോ അതൊക്കെ ഓർഡിനൽ സ്കെയിലിന്റെ ഭാഗമാണ്. ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെന്റ് അല്ലെങ്കിൽ ഓർഡിനൽ ലെവൽ ഓഫ് മെഷർമെന്റിന്റെ ഭാഗമാണ്. ഇത്തരത്തിലൊരു കമ്പാരിസൺ, അതായത് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ആ കാറ്റഗറീസിന്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു എക്സ്പ്ലിസിറ്റ് റിലേഷൻഷിപ്പ്, സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ, അതിന്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. മാരീഡ് ആണോ അൺമാരീഡ് ആണോ ചോദിക്കുന്ന പോലെയല്ല, യെസ് ഓർ നോ എന്ന് ചോദിക്കുന്ന പോലെയല്ല, അതിന്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങളാണ് ഓർഡിനൽ ലെവൽ ഓഫ് മെഷർമെന്റ് അതിൽ പറയണത്. നമ്മുടെ മൂന്നാമത്തെ ലെവലാണ് ഇന്റർവൽ ലെവൽ ഓഫ് മെഷർമെന്റ്. അതായത് ഇന്റർവൽ മെഷർമെന്റ് ഇവിടെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെഷർമെന്റിന്റെ ലെവലാണ് നോമിനൽ.
അവിടെ എന്താ ചെയ്യണത്? ഓൺലി വൺ പ്രൊവിഷൻ ഈസ് അപ്ലിക്കബിൾ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എക്സ്ഹോസ്റ്റീവ് ആണോ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് എന്നുള്ള ആ ഒരു സിംഗിൾ പ്രൊവിഷനെ ബേസ് ചെയ്താണ് കാറ്റഗറൈസ് ചെയ്യണത്. പക്ഷെ ഓർഡിനൽ ലെവൽ ആയപ്പോൾ എന്തായി? അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇല്ലേ? അതായത് ജോബിൽ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, ഡിസാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ വെരി ഡിസാറ്റിസ്ഫൈഡ് ആണോ, ആ 5 സ്കെയിൽസ് തമ്മിൽ അല്ലെങ്കിൽ ആ 5 കാറ്റഗറീസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ജോബ് സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇല്ലേ? പക്ഷെ നമ്മുടെ മൂന്നാമത്തെ ലെവലില് ഇന്റർവെൽ മെഷർമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ റിലേഷൻഷിപ്പ് നമുക്ക് കൃത്യമായിരിക്കും, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നോൺ ആൻഡ് എക്സാക്ട്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കാറ്റഗറീസ് ആർ നോൺ ആൻഡ് എക്സാക്ട്. അതാണ് ഇന്റർവെൽ മെഷർമെന്റിൽ പറയണത്. അതായത് എത്ര കൂടുതൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാണ് ജോബിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ പറയാണ് ജോബിൽ വെരി സാറ്റിസ്ഫൈഡ് ആണെന്ന് വേറൊരാൾ പറയുമ്പോൾ എത്ര കൂടുതൽ, അതായത് അതിന്റെ മടങ്ങ് അല്ലെങ്കിൽ ഒരു എക്സാക്ട് ന്യൂമറൽസ് അവിടെ നമുക്ക് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ര മെഷർമെന്റ്സ് ആണ് ഇന്റർവെൽ മെഷർമെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ ഇല്ലേ? ടെമ്പറേച്ചറിൽ ഇപ്പോൾ 75 ഡിഗ്രി വാമാണെന്ന് പറയാണ്, അല്ലെങ്കിൽ നാളെ 74 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന് 75 ഡിഗ്രി ആണ്, നാളെ 74 ആണ്. അതെന്താണ്? സ്ലോവർ ആണ് അല്ലെങ്കിൽ ഷോർട്ടർ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ ലെസ്സർ വാം അല്ലെങ്കിൽ ലെസ്സർ ടെമ്പറേച്ചർ ആണ്. ഇനി ആ ടെമ്പറേച്ചറിലെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതിൽ കൂടുതൽ അത് ക്ലിയർ ആണ്. റിലേഷൻഷിപ്പിന്റെ ഒരു എക്സാക്ട് അല്ലെങ്കിൽ ദാറ്റ് നമ്പർ ന്യൂമറിക്കൽ നമുക്കറിയാം. 1% അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്, അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിനെയാണ് ഏതിൽ പറയണത്? നമ്മുടെ ഇന്റർവെൽ മെഷർമെന്റിൽ പറയണത്. ഒന്നുകൂടി പറയാണ്, ഇന്റർവെൽ ലെവലില് 3 പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് കാറ്റഗറി, അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു എക്സ്പ്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ആ റിലേഷൻഷിപ്പ് വളരെ നോൺ ആയിരിക്കും, അതുപോലെ എക്സാക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ മഴ ഇത്ര ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ 75 ഡിഗ്രിയാണ് ഇന്ന്, നാളെ 74 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് 75 ഉള്ളത് നാളെ 74 ആയി, അത് കുറഞ്ഞു. അതാണ് അവിടുത്തെ ഒരു റിലേഷൻഷിപ്പ്. അത് എത്ര കുറഞ്ഞു, ആ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം കിട്ടും. അതായത് 1 ഡിഗ്രി സെൽഷ്യസ് അത്രയും മാത്രമാണ് കുറഞ്ഞിട്ടുള്ളൂ. സോ അത്തരത്തിലൊരു റിലേഷൻഷിപ്പ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇന്റർവെൽ ലെവൽ എന്ന് പറയുന്നത്. Then the next one, fourth one, ratio measurement. റേഷ്യോ മെഷർമെന്റിൽ ഇപ്പം നമ്മൾ പറഞ്ഞു നോമിനൽ മെഷർമെന്റിൽ ഓൺലി 1 പ്രൊവിഷൻ അല്ലെങ്കിൽ 1 ക്യാരക്ടറിസ്റ്റിക്സേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് കാറ്റഗറി. ദെൻ രണ്ടാമത് നമ്മുടെ ഓർഡിനൽ ലെവൽ ആയപ്പോൾ അതിൽ 1 മോർ പ്രൊവിഷൻ എന്തായി അപ്ലൈ ചെയ്തു നമ്മൾ. എന്തായിരുന്നു 1 മോർ പ്രൊവിഷൻ എന്ന് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് എന്നുള്ളതിന്റെ കൂടെ തന്നെ അതിൻ്റെ ഇടയിൽ കാറ്റഗറീസിന്റെ ഇടയിൽ ഒരു എക്സ്പ്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ നമ്മുടെ മൂന്നാമത്തെ ലെവലായിട്ടുള്ള നമ്മുടെ ഇന്റർവെൽ ലെവലിൽ വന്നപ്പോഴത്തേനും അതെന്തായി? 1 മോർ പ്രൊവിഷൻ ആഡ് ചെയ്തു. അതായത് 1 മോർ ഫീച്ചർ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സ്ഹോസ്റ്റീവ് കാറ്റഗറി ഉണ്ട്, ഒരു എക്സ്പ്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു എക്സ്പ്ലിസിറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിരിക്കും, വളരെ കൃത്യമായി നമുക്ക് അറിയാം, മെഷർ ചെയ്യാം. ഇനി റേഷ്യോ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സിമിലർ ടു ഇന്റർവെൽ ലെവൽ. ഇന്റർവെൽ ലെവലിന് സിമിലർ ആണ്, പക്ഷേ ഒരു അഡീഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ഇറ്റ് ഹാസ് എ മീനിങ് ഫുൾ 0 പോയിന്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഒരു അബ്സല്യൂട്ട് 0 ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഓർഡേഴ്സ് ആൻഡ് ഈക്വലി ഡിസ്റ്റൻസ്ഡ് വാല്യൂ ബിറ്റ്വീൻ യൂണിറ്റ്. ഇതിന് ഓരോ യൂണിറ്റിന്റെ ഇടയിലും ഈക്വലി ഡിസ്റ്റൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഡേർഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ഇതിനെ കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും വൺ ഒബ്ജക്ട് ഹാസ് ട്വൈസ് ദ ലെങ്ത് ഓഫ് ദി അതർ. ഒന്നിന്റെ 2 ഇരട്ടിയാണ്, അല്ലെങ്കിൽ ഒന്നിനേക്കാൾ 2 ഇരട്ടി നീളമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നതിനെയാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിനൊരു നെഗറ്റീവ് നമ്പർ ഇല്ല. ഇപ്പൊ നമ്മുടെ ഇന്റർവെൽ സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ന്യൂട്രൽ പോയിന്റ് ഉണ്ട്, ദെൻ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ന്യൂട്രൽ ദെൻ സാറ്റിസ്ഫൈഡ് ആണ്, വെരി സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് നെഗറ്റീവും 2 ഉണ്ട്, ഡിസാറ്റിസ്ഫൈഡ് ആണ്,
വെരി ഡിസാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ അബ്സല്യൂട്ട് 0 പോയിന്റ് അല്ലെങ്കിൽ മീനിങ് 0 പോയിന്റ് ആണ്. അതായത് നെഗറ്റീവ് വാല്യൂ ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഒരു 0 എന്ന് പറയുന്ന ഒരു 0 പോയിന്റ്, അബ്സല്യൂട്ട് 0 ഫിഗർ ആണ് ഇവിടെ ഉള്ളത്. സോ അതാണ് നമ്മുടെ റേഷ്യോ സ്കെയിലിനെ ഇന്റർവൽ സ്കെയിലിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ റേഷ്യോ സ്കെയിലിന് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യാണ്, അതുപോലെ തന്നെ നമ്മുടെ ഏജ് മെഷർ ചെയ്യാണ്, നമ്മുടെ ഹൈറ്റ് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് മെഷർ ചെയ്യാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ സംബന്ധിച്ച് അവരവരുടെ സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നമ്പേഴ്സ് നോക്കുമ്പോൾ, മാർക്കറ്റ് ഷെയർ നോക്കുമ്പോൾ, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ റേഷ്യോ മെഷർമെന്റ് സ്കെയിലിന്. വെയിറ്റ്, ഹൈറ്റ്, സ്പീഡ്, ഏജ്, ദെൻ വെലോസിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ പ്രൈസ്, സെയിൽസ്, ബഡ്ജറ്റ്, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, മാർക്കറ്റ് ഷെയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റേഷ്യോ സ്കെയിലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് നമ്മുടെ റേഷ്യോ സ്കെയിലിനെ ഇന്റർവൽ ലെവൽ ഓഫ് മെഷർമെന്റ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. സോ നമ്മൾ പറഞ്ഞത് മെഷർമെന്റ് ആണ്, മെഷർമെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ദെൻ ലെവൽസ് ഓഫ് മെഷർമെന്റ്, നോമിനൽ ഉണ്ട്, ഓർഡിനൽ ഉണ്ട്, ഇന്റർവൽ ഉണ്ട്, റേഷ്യോ ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോണത് ഒരു ഗുഡ് മെഷർമെന്റിന് വേണ്ട ക്രൈറ്റീരിയാസ് ആണ്. സോ വൺ ഡയമെൻഷനൽ ആയിരിക്കണം. വൺ ഡയമെൻഷനൽ ഇൻ ദ സെൻസ് അറ്റ് എ ടൈം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ഫീച്ചറിനെ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ദെൻ രണ്ടാമത്തെ ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലീനിയർ മോഡൽ ഫോളോ ചെയ്യണം. ദെൻ വാലിഡിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്കെയിൽ ഈസ് ഏബിൾ ടു മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. എന്ത് മെഷർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ ഒരു സ്കെയിലിന് കഴിയണം. ദെൻ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു റിസൾട്ട് തരാൻ പറ്റുന്നതായിരിക്കണം. ദെൻ പ്രിസൈസ് ആവണം, അക്യുറേറ്റ് ആയിരിക്കണം. ദെൻ അത് മെഷർ ചെയ്യാന്നുള്ളത് സിമ്പിൾ ആയിരിക്കണം, അഡ്മിനിസ്ട്രബിൾ ആയിരിക്കണം, നമുക്കത് കൺട്രോളബിൾ ആയിരിക്കണം. സോ ഇത്രയും ക്രൈറ്റീരിയാസ് ആണ് ഒരു ഗുഡ് മെഷർമെന്റിന് വേണ്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മെഷർമെന്റ് എന്താന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് ഓഫ് മെഷർമെന്റ് പറഞ്ഞു, ലെവൽസ് ഓഫ് മെഷർമെന്റ്, നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ ആൻഡ് റേഷ്യോ മെഷർമെന്റ്സ് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ഒരു ഗുഡ് മെഷർമെന്റിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്താണെന്നും പറഞ്ഞു. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.